എല്ലാവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴത്തും പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. നമ്മള് ഈ മലയാളിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഒളിഞ്ഞു കേൾക്കല്. ഈ ഒളിഞ്ഞു കേൾക്കാൻ വന്നവർ ഒളിഞ്ഞു കേട്ടോളൂ. അതിന്റെ ഒരു സുഖം അനുഭവിക്കുക എന്നുള്ളത് നല്ല രസകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഒളിഞ്ഞു കേൾക്കേണ്ടവർ അങ്ങനെ കേട്ടോളൂ, അതല്ല തെളിഞ്ഞു കേൾക്കേണ്ടവര് തെളിഞ്ഞു കേട്ടോളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു ഉണ്ടാവുന്ന തെളിച്ചമുണ്ടല്ലോ, ആ തെളിച്ചം വളരെ വലുതാണ്. പിന്നെ കേൾവിയിലൂടെ ബോധ്യപ്പെടുന്നതാണ് അറിവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കേട്ടുപഠിച്ചോളൂ. അത് തന്നെയാണ് നല്ലത്. വായിച്ചാൽ എല്ലാ അറിവും കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ വായിച്ചോളൂ. അതിന് പകരം ഗൂഗിളിലേക്ക് നിങ്ങളുടെ ഒരു ഡേറ്റാ ഡിസ്കിന്റെ കണക്ഷൻ ഒന്ന് പോർട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാർജ്ഡ് ആവുമെങ്കിൽ, ഇപ്പൊ അങ്ങനെയാണത്ര പുതിയ ആളുകൾ ചിപ്പുകൾ ഘടിപ്പിച്ച മനുഷ്യന്മാരാണത്ര വരുന്നത്. ഈ അടുത്ത കുത്തിവെപ്പൊക്കെ നടക്കുമ്പോൾ അകത്ത് ചിപ്പുകൾ കയറും. അങ്ങനെ ചിപ്പുകൾ വഴി നമ്മൾ ലോകബന്ധുവാകുന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പോർട്ട് വഴി ഇങ്ങനെ അകത്തേക്ക് ഡേറ്റ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ആകാം. എന്തായാലും നമ്മുടെ രീതി, അത് ഒളിമ്പസിന്റെ രീതി എന്ന് വെച്ചാൽ പഴഞ്ചൻ രീതിയാണ്. പഴഞ്ചൻ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പഴയതെന്ന് വെച്ചാൽ പ്രകൃതി ഉണ്ടായ കാലം മുതലുള്ളത്. പ്രകൃതി ഉണ്ടായ കാലം മുതലുള്ളത് എന്താണ്? പ്രകൃതി തന്നെയാണ്. എന്നും ഉണ്ടാവുക എന്താണ്? പ്രകൃതി തന്നെയാണ്. ഏത് കാലത്തും ഉണ്ടാവുക പ്രകൃതി തന്നെയാണ്. കാരണം പ്രകൃതിയേ ഉള്ളൂ ഇവിടെ. അപ്പൊ പ്രകൃതിയിലെ അറിവെന്ന് പറയും, നമ്മൾ ഇന്ന് രാവിലെ പ്രവാസ സംഘത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാമല്ലോ, നമ്മള് ഈ അറിവെന്ന് പറയുന്നത് അനുരൂപനമാണ്. എനിക്കൊരു കാര്യം അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ എന്തിനെയാണോ അറിഞ്ഞത് അറിവുമായിട്ട് ഞാൻ പൊരുത്തമാകുന്നു, അല്ലെങ്കിലോ പൊരുത്തമാകാൻ പ്രാപ്തമാകുന്നു എന്നാണ്. ഒരു വാതിലുണ്ട്, വാതിലിലൂടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ കുനിഞ്ഞു പോകണം എന്നുള്ള വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നേരത്തെ എനിക്ക് കിട്ടി. ഒരാൾ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ തല കുനിയുന്നുണ്ടോ, ഞാൻ തല കുനിച്ചു പോകുന്നു. ഇനി ഒരാൾ പറഞ്ഞില്ല, കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഇത്രേ ഹൈറ്റ് ഉള്ളൂ. എന്റെ സാമാന്യബോധം പ്രവർത്തിച്ച് ഞാൻ തല കുനിച്ചു പോകുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. തല കുനിയാനുള്ള വഴക്കം എനിക്കുണ്ടെങ്കിലേ കുനിയാൻ പറ്റും. തല കുനിയാനുള്ള വഴക്കം ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. തല കുനിയണം എന്നുള്ള ബോധം വേണം, എങ്കിലേ കുനിയാൻ പറ്റും. ആ കുനിയലുണ്ടല്ല, കുനിയാൻ ഉണ്ടാകുന്ന ആ വഴക്കം, കുനിയണം എന്നുള്ള ബോധം, ഇതാണ് അറിവെന്ന് പറയുന്നത്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അനുരൂപനം, അനുരൂപപ്പെടുക, പൊരുത്തമാവുക എന്നുള്ളത്. ഒന്നിനനുസരിച്ച് മറ്റൊന്ന് ചെറിയ മാറ്റം വരുത്തി അതിനോട് ഇങ്ങനെ പൊരുത്തമാകുന്ന അവസ്ഥയാണ് അനുരൂപനം. നമ്മള് കുട്ടിക്കാലത്ത് ഈ എന്താണ് പാരഡോക്സ് അല്ല, എന്താ പറയാ, നമ്മള് ഈ പസിൽസ് കളിക്കുമല്ലോ, പസിൽസ് കളിക്കുമ്പോ ഇങ്ങനെ ചിലത് ഇങ്ങനെ ഉയർന്നു നിൽക്കും, വേറെ ചിലത് ഇങ്ങനെ താണു നിൽക്കും. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മള് മറ്റേ ആമയും മുയലും കഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ആമയും മുയലും കഥയുടെ പല ഭാഗങ്ങൾ ഇങ്ങനെ വരച്ചുണ്ടാക്കിയ ഒരു സാധനത്തിലായിരിക്കും ആശാരി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി കടയിൽ വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ പസിലുകളെല്ലാം കൂടെ ചേർത്ത് വയ്ക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൊരുത്തപ്പെടാനാണ്. ചെറിയ കുട്ടികൾക്ക് കുപ്പിയുടെ അടപ്പ് കിട്ടിയാൽ ഇങ്ങനെ തിരിച്ച് നോക്കും, എങ്ങനെയാണ് അടക്കുക എന്നുള്ളത് തന്നെ അറിയില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാവും, കുപ്പിയുടെ അടപ്പ് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വലത്തോട്ട് ഇങ്ങനെ തിരിയുമ്പോൾ മുറുകും, ഇടത്തോട്ട് തിരിയുമ്പോൾ അഴിയും, നമുക്കറിയാൻ പറ്റും. അപ്പോ ഈ പൊരുത്തമാകുക എന്നുള്ളതാണ് ശരിക്കുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, ജ്ഞാനത്തിന്റെ പരമമായ അവസ്ഥ. എങ്കിൽ ആ പൊരുത്തമാക്കുക എന്നതാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും മേലെയുള്ള അവസ്ഥ, ഇൻഫർമേഷന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താണെങ്കിലും അറിവിന് പല തലങ്ങളുണ്ട്. അപ്പോ നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിലുള്ള സംവേദനം. അപ്പൊ അറിവിന് നമുക്ക് തമ്മിൽ പൊരുത്തമാകണത് തമ്മിൽ കാണുമ്പോൾ നമ്മൾ ഒരു രൂപത്തിലാവും, ഒരു തലത്തിലാവും. ഇതിനെയാണ് അനുരൂപനം എന്ന് പറയുക. എന്റെ രൂപത്തിനനുസരിച്ച് നിങ്ങളുടെ രൂപമായി തീരുന്നതാണ് അനുരൂപനം. നിങ്ങളുടെ രൂപത്തിനനുസരിച്ച് എന്റെ രൂപമായി തീരുന്നതാണ് അനുരൂപനം. എന്റെ രൂപത്തിനനുസരിച്ച് നിങ്ങളുടെ രൂപം, നിങ്ങളുടെ രൂപത്തിനനുസരിച്ച് എന്റെ രൂപം. രൂപം അങ്ങനെ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാരുടെ വകയാ? അപ്പോ
എന്റെ രൂപത്തിനനുസരിച്ച് നിങ്ങളുടെ രൂപം, നിങ്ങളുടെ രൂപത്തിനനുസരിച്ച് എന്റെ രൂപം. അപ്പൊ രൂപം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ, രൂപം പരസ്പരം പൊരുത്തമായി കഴിഞ്ഞാൽ നമുക്ക് നന്നായി എന്നാണ് നമ്മുടെ വിചാരം. അത് മതിയോ? ഞാൻ വലത്തോട്ട് പോകുന്നു, ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരു വശത്തേക്ക് പോകുന്നു, അവിടുന്ന് മറ്റൊന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ഒരു ഡോറിൽ കൂടെ ഞാൻ കടക്കുകയാണ്, അപ്പൊ വേറൊരാൾ ഇങ്ങോട്ട് വരുന്നു. രണ്ടുപേർക്കും കൂടെ കടന്നു പോകാനുള്ള ആ ഒന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പോകാൻ പറ്റും. അപ്പോ ഞാൻ ഒതുങ്ങിക്കൊടുക്കുകയും മറ്റേ ആൾക്ക് ഇങ്ങനെ ചേർത്ത് പോകാൻ വരികയും ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നില്ലേ? അവിടെ അനുരൂപനം സംഭവിക്കുന്നുണ്ട്. ഇതിനനുസരിച്ച്, ഇതിന്റെ രൂപത്തിനനുസരിച്ച് ഇതിന്റെ രൂപം മാറിക്കൊടുക്കുന്നുണ്ട്, അനുരൂപം സംഭവിക്കുന്നുണ്ട്. രൂപം മാത്രമാണോ ഇവിടെ സംഭവിക്കുന്നത്? അല്ല, ഇതിന്റെ ചലനത്തിനനുസരിച്ച് അതിന്റെ ചലനം സംഭവിക്കുന്നുണ്ട്. അപ്പോ രൂപം മാത്രമല്ല, രണനം കൂടി അതുപോലെ ആകുന്നു, ചലനം കൂടി അതുപോലെ ആകുന്നു. അതിനെയാണ് അനുരണനം എന്ന് പറയുക. അപ്പൊ അനുരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊരുത്തമാകൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അറിവ്, ജ്ഞാനം എന്ന് പറയും. എന്തിനാ അറിയുന്നത്? പൊരുത്തമാകാൻ. പൊരുത്തമായില്ലെങ്കിലോ? ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഈ പൊരുത്തമാകലിന് എന്റെ കൂടെ തന്നെ ഒരു ഉദാഹരണം ഉണ്ട്. എന്റെ മോള്, അവള് സെഡ് നിട്ട പോലെയാണ് കിടക്കുക, എന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നും പറയും. എങ്ങനെ ഉണ്ടാവും? ചേർന്ന് വെക്കോ? ചേരില്ല, ചേരാൻ കഴിയില്ല. കാരണം സെഡ് ആകൃതിയിലാണ് ഇരിക്കുന്നത്, നമുക്ക് ചേർന്ന് കിടക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മളുടെ അനുരൂപങ്ങൾ അങ്ങനെയാണ്. നമുക്ക് ആ ചേർച്ച ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും തമ്മില് സംസാരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം അങ്ങോട്ട് വയ്ക്കുന്നു, നമുക്കിന്ന് എവിടെയെങ്കിലും പോയാലോ? എന്തിനാ അവിടെ പോണം? അത് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടനുണ്ട്, ഇടുമ്പൻ ചേട്ടൻ, മരിച്ചുപോയി. ഇടുമ്പൻ ചേട്ടൻ രാവിലെ കാപ്പി കുടിക്കാൻ പോകും, 5 മണിക്ക് എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ പോകും. ആ പോകുന്ന സമയത്ത് വഴി വെച്ച് ഇതുപോലെ പോയ ആരെങ്കിലും കാണുമല്ലോ. അപ്പോ ഏട്ടാ കാപ്പി കുടിക്കാനോ നമ്മളെ ചോദിക്കലോ. സോപ്പ് എടുത്തിട്ട് പോകുന്നവനെ കണ്ടു കഴിഞ്ഞാൽ കുളിക്കാനാണോ ചോദിക്കുക? മലയാളിയുടെ ഒരു രീതിയാണല്ലോ, അത് ഒരു വിശേഷം ചോദിക്കലാണ്. കാപ്പി കുടിക്കാൻ പോയതാണ് ആണെങ്കിൽ അടുത്ത ചോദ്യം ഉടനെ വരും. ഈ ചോദിച്ചവൻ ഒന്ന് ബ്രേക്ക് പിടിക്കേണ്ടി വരും. പകലാണ് കാണുന്നതെങ്കിൽ പുള്ളിയോട് നമ്മൾ വിശേഷം വേറൊരു രൂപത്തിലായിരിക്കും ചോദിക്കുക. കേട്ടോ, പണിയൊക്കെ ഉണ്ടോ? ഈ പാടത്ത് പണിയൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ പണിയുണ്ടോ എന്ന് ചോദിക്കുക ഒരു നാട്ടു നടപ്പാണ്. പണിയൊക്കെ ഉണ്ടോ? അടുത്ത മറുപടി എപ്പോ വരും? ഇല്ലെങ്കിൽ നീ തരുമോ? പണിയില്ലെങ്കിൽ നീ തരുമോ എന്നാണ് അടുത്ത ചോദ്യം. ഞങ്ങൾ പാലക്കാട്ടുകാരുടെ ഒരു പൊതു രീതിയാണിത്. ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ. കൗണ്ടർ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. നോക്കൂ, ഈ കൗണ്ടർ ചെയ്ത് വർത്താനം പറയുന്ന രീതിയിലുള്ള വീഡിയോകൾക്കാണ് യൂട്യൂബില് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഉയർന്ന റേറ്റിംഗുള്ള ചില കാറ്റഗറികളിൽ ഒന്ന് കൗണ്ടർ വർത്തമാനങ്ങളാണ്. ഒരാൾ പറയുന്നതിനെ എതിർത്ത് വർത്താനം പറയുക. അപ്പൊ ഇത് അനുരണനമാണോ, പൊരുത്തമാകലാണോ? ഒന്നിനോട്, പാലക്കാട്ടൻ രീതി അനുസരിച്ച്, ഞങ്ങളുടെ രീതി അനുസരിച്ച് ഒരാൾ പറയുന്നതിനോട് കൗണ്ടർ ചെയ്ത് പറയുമ്പോഴാണ് അതിന്റെ അനുബന്ധമായി മാറുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. മലയാളിക്ക് പൊതുവെ വിശ്വാസമുണ്ട്. എറണാകുളത്ത് പോയിട്ട് നമ്മൾ എറണാകുളത്ത് വൈറ്റിലയിലുള്ള ഒരു കടക്കാരനോട് നമ്മൾ ചോദിക്കുകയാണ്, ചേട്ടാ ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഏതാന്ന് ചോദിച്ചാല് അവനെങ്ങനെ നോക്കും മുഖത്ത്. നിങ്ങളത്തെ ഞാൻ മറുപടി പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണോ? പുള്ളിയും പറയില്ല, ഞാനും പറയില്ല. പുള്ളി പറയില്ല മറുപടി. കാരണം അത് പുള്ളിയുടെ ഉത്തരവാദിത്തമല്ല. വഴി പറയാൻ വേറെ ആളുകളുണ്ട് അവിടെ. ഞാൻ എന്തിനാ അതിൽ ഇടപെടുന്നു എന്നുള്ള രീതിയിൽ പുള്ളി അത് നെഗ്ലക്ട് ചെയ്യും. നിങ്ങളൊരു അറബിയോട് വഴി ചോദിച്ചു നോക്കൂ. നിങ്ങൾ എവിടെയാണോ വഴി ചോദിച്ചത് അതിന്റെ ലൊക്കേഷനിൽ ആരെയാണോ കാണേണ്ടത് അയാളുടെ വീടിന്റെ അകത്തളത്തിൽ കൊണ്ടിരുത്തി അയാളുടെ വീട്ടിൽ നിന്ന് ഒരു കാപ്പിയും വാങ്ങിച്ച് തന്നിട്ടേ അയാൾ ഈ അറബി പോവുള്ളൂ. അപ്പോ പറഞ്ഞു വന്ന കാര്യം അനുരണനമാണ്. ഒരു ഡോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോ പരസ്പരം പൊരുത്തമാകുന്ന ഒരവസ്ഥ, പരസ്പരം പൊരുത്തമാകാനുള്ള ആ ഒരവസ്ഥയെ അനുരൂപനം എന്ന് പറയുമ്പോൾ പൊരുത്തമായി നടക്കുന്നൊരവസ്ഥ,
പൊരുത്തമായി സഞ്ചരിക്കുന്ന, പൊരുത്തമായി ചലിക്കുന്ന ഒരവസ്ഥയാണ് അനുരണനം എന്ന് പറയുന്നത്. നല്ല വൈകുന്നേരങ്ങളില് നിങ്ങള് ഈ സായിപ്പിന്റെ പണിക്ക് പോയിട്ട് സായിപ്പിന്റെ കാശ് വാങ്ങിക്കാനായിട്ട് സായിപ്പിന്റെ തിരക്കുകളിൽ, സായിപ്പിന്റെ വണ്ടിയിൽ, സായിപ്പിന്റെ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതല്ലാത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ വീട് കിട്ടും. ലോക്ക്ഡൌണുകളിൽ നിങ്ങൾ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വലിയൊരു കുരുക്കിപ്പെട്ടിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് വേറൊന്നും ചെയ്യാൻ കഴിയാതെ മാനത്തേക്ക് നോക്കുന്ന സമയത്ത്, അന്തം വിട്ട് മുകളിലേക്ക് നോക്കാതല്ല, അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വി ആകൃതിക്ക് ചില പക്ഷികൾ അവരുടെ വീടും തേടി പോകുന്നത്. സ്കെയിൻ നമ്മൾ പറയാ, സ്കെയിൻ. അവരുടെ പറക്കലിന്റെ സുഗമമായ ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് വായുവിന്റെ പ്രവാഹത്തിന്റെ ഒരു പ്രത്യേക ഗതിക്കനുസരിച്ച് അവ സ്വയം രൂപം കൊള്ളുന്നതാണ്. നമ്മുടെ പോലെ നിങ്ങൾ ഇത്ര ഡിഗ്രി ആംഗിളിൽ അങ്ങോട്ട് മാറി പറക്കൂ, ഇതിന്റെ നിങ്ങളുടെ എലിവേഷൻ ഇത്രത്തോളം താഴ്ത്തിക്കൊണ്ടുവരും അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നൊന്നും അവർക്ക് പറയാൻ അറിയില്ല. പക്ഷെ അവർ ആ ഗതിക്കനുസരിച്ച് സ്വയമേവ പൊരുത്തമാകുന്നത് കാണാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വാതിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന സമയത്ത് അനുരൂപപ്പെട്ട് കിടക്കുന്നതിനൊപ്പം അനുരണനം ചെയ്ത് കിടക്കുന്നൊരവസ്ഥ, ഇതേ അനുരണനമാണ് ഇവർക്കിടയിലും സംഭവിക്കുന്നത്. ഒരാൾ ചലിക്കുന്നതിനനുസരിച്ച് മറ്റൊരാളും ചലിക്കുന്ന അവസ്ഥ. നമ്മുടെ രണ്ട് കാലുകൾ നോക്കൂ. നമ്മുടെ രണ്ട് കാലുകൾ, നമ്മൾ ഈ ആധുനിക കാലത്ത് നമ്മളെല്ലാം കണക്ക് പ്രകാരം പഠിക്കുന്നവരാണല്ലോ. കണക്ക് പ്രകാരം പഠിക്കുകയാണ് നമ്മളിങ്ങനെ നമ്മള് പഠിച്ചിട്ടുണ്ട്. സമമാകണം, എല്ലാവരും സമമാകണം. അപ്പൊ സമമാകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സമത്വം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ്. ഭാര്യയും ഭർത്താവും സമമായിരിക്കണം, സമൂഹത്തിൽ മുഴുവൻ സമമായിരിക്കണം എന്ന് പറയുന്ന സോഷ്യലിസ്റ്റുകളാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ സമത്വം കൊണ്ടുവരാൻ നോക്കുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ നടക്കുമ്പോൾ ഇടത്തെ കാല് പോകുമ്പോൾ വലത്തെ കാലും കൂടെ പോകണം, വലത്തെ കാല് പോകുമ്പോൾ ഇടത്തെ കാലും കൂടെ പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാലത്തെ അവസ്ഥ എന്നാലും വലത്തെ കാല് പോകുന്ന സമയത്ത് ഇടത്തെ കാലം അതിനൊപ്പം പോകാൻ കഴിയില്ല, അതിന്റെ നേരെ എതിർദിശയിലേ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ പോകാവൂ. അപ്പോഴാണ് ബാലൻസ് ഉണ്ടാവുക. അപ്പോ ഈ എതിർദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ടാവണം, പരസ്പരം ഒരു ബന്ധിക്കൽ ഉണ്ടാവണം. ചലനങ്ങൾ ഒരുപോലെ സമത്വത്തിലായിത്തീരുക എന്നുള്ളതല്ല വേണ്ടത്. രണ്ട് ചലനങ്ങൾ പരസ്പരം അനുരൂപണത്തിലാകുന്നതാകണം. അതാണ് അനുരണനം. അനുരൂപം എന്ന് വെച്ചാൽ അറിയാലോ, പൊരുത്തമാകൽ. ഇതിനോട് പൊരുത്തമാകുന്നതാകണം. അത് പൊരുത്തമാകൽ ഇങ്ങനെ പൊരുത്തമാകണമെന്നില്ല. എന്റെ ഈ കൈ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കൈ ഇങ്ങോട്ട് പോയിക്കൊണ്ട് അതിനെ തുലനം ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ പൊരുത്തമാകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയാണ് അനുരണനം എന്ന് പറയുന്നത്. ബന്ധം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ, ബന്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരവസ്ഥ. രണ്ടു പക്ഷികൾ പറക്കുമ്പോൾ അവ തമ്മിലുള്ള ബന്ധം ഒരു പ്രത്യേക വിന്യാസത്തിലായിരിക്കുന്ന അവസ്ഥ, അതാണ് അനുരണനം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും രാവിലത്തെ ഒന്നുകൂടെ കോട്ട് ചെയ്യാണ്. രാവിലത്തെ സുഭാഷിതത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു കാരലോസ്കോപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. 3 കണ്ണാടി ചില്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഒരു വശത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ഇട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വളപ്പൊട്ടുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം തിരിക്കുമ്പോഴും പുതിയ 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 ഡിസൈൻസ്, പുതിയ പാറ്റേണുകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോ ഈ പുതിയ പാറ്റേണുകൾ തെളിയുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെ ഒറിജിനൽ ആകെ 3 കണ്ണാടി ചില്ലും കുറച്ചൊരു 3-4 വളപ്പൊട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവയിൽ നിന്നും എത്രയേറെ പെർമ്യൂട്ട് ചെയ്തിട്ടുള്ള എത്രത്തോളം കോമ്പിനേഷൻസ് ആണ് അവിടെ വരുന്നത്? അതെങ്ങനെയാണ് വരുന്നത്? അപ്പോ 2 വസ്തുക്കൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് നമ്മൾ അനുരൂപം എന്ന് പറഞ്ഞു. 2 വസ്തുക്കൾ ഒരുമിച്ച് ചലിക്കുന്ന സമയത്ത് ആ ചലനം അനുരണനമാണെന്ന് പറഞ്ഞു. അനുരണനം എന്ന് വെച്ചാൽ ഒരുപോലെ ചലിക്കണമെന്നില്ല, ഒന്നിന്റെ ചലനത്തിനനുസരിച്ച് മറ്റൊന്ന് ചലിക്കുന്ന, ഒന്നിന്റെ ചലനത്തെ തുലനം ചെയ്യാൻ പാകത്തിൽ മറ്റൊന്ന് ചലിക്കുന്നതാകണം അനുരണനം എന്ന് പറഞ്ഞു. ഈ അനുരണനം നമ്മിൽ സംഭവിക്കുമ്പോൾ, മനുഷ്യരിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ശരിയാം വിധമുള്ള ബന്ധുത്വം എന്ന് പറയുക. ബന്ധുത്വത്തിന്റെ അടിസ്ഥാന ആൽഗരിതമാണ് ഞാൻ പറഞ്ഞു വന്നത്. അനുരൂപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനത്തിന്റെ ഉയർന്ന ജ്ഞാനമാണ് ബന്ധുത്വം. ജ്ഞാനം എന്ന് വെച്ചാൽ പൊരുത്തമാകലാണ്.
ഒരു സത്തയും മറ്റൊന്നുമായി പൊരുത്തമാകലാണ് ജ്ഞാനമെങ്കിൽ ഒരു സത്തയുടെ ചലനവും മറ്റൊരു സത്തയുടെ ചലനവും തമ്മിൽ ചേർന്ന് ഇഴുകി ഒഴുകി വഴുകി പോകുന്നതാണ് ബന്ധുത്വം. ഇനി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ആ പോസ്റ്ററിൽ നമ്മളന്ന് വിശദീകരിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇണ, കൂടപ്പുറപ്പ്, ചങ്ങാതി, അയൽക്കാരൻ, രക്ഷിതാവ്. ഇനിയുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഒരുപാട് റോളുകളുണ്ട്. ഏതർത്ഥത്തിലും നിങ്ങൾ നല്ല ഒരു ബന്ധുവാണോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എങ്ങനെയാണ് ഒരാളോട് നമ്മൾ സംവദിക്കുക? ഒരാൾ പറയുന്ന വാക്യം കേട്ട് കഴിഞ്ഞിട്ട് ആ വാക്യത്തോട് തുടർന്ന് അപ്പുറത്തേക്ക് പോകുന്ന, ആ വാക്യത്തെ തുടർന്ന് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അയാൾ പറയുന്നതിന്റെ തുടർച്ചയിലായിത്തീരുക നമ്മൾ. ചില വീടുകളുണ്ട്, ഭാര്യ ഒരു കാര്യം പറയും, ഭർത്താവ് ഒരു ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറയും. കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലും മനസ്സിലാവില്ല എന്താ സംഭവിക്കുന്നത്. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഫോൺ മനസ്സിലാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, മനസ്സിലാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ അനുരൂപനം നഷ്ടമായി എന്നുള്ളതാണ്. അനുരൂപനത്തിന്റെ അനുരണനം നഷ്ടമായി എന്നുള്ളതാണ്. ഈ ഭാര്യയ്ക്കും ഭർത്താവും അനുരൂപനം ഉണ്ടാകാൻ പാകത്തിലാണ് അവരുടെ സൃഷ്ടി തന്നെ. ലിംഗവും യോനിയും ഉള്ളവരാണവർ. അത് കണ്ടിട്ടാണ്, ആ ലിംഗവും യോനിയും വെച്ചിട്ടാണ് വിവാഹം വരെ ഉണ്ടായത്, ഒരുമിച്ച് ജീവിക്കാൻ വരെ തുടങ്ങിയത്. അതുമാത്രമാണ് അനുരൂപനം എന്നാണ് കരുതിയിരിക്കുന്നത്. അതിനുമപ്പുറത്ത് ഒരു കുടുംബം എന്ന് പറയുമ്പോ, ഒരു ഇണത്തം എന്ന് പറയുമ്പോ ഈ ബന്ധം മാത്രമാണോ? ഫിസിക്കലി ഉള്ള ആ ഒരു ഭാഗത്തെ ബന്ധം മാത്രമാണോ? അനുരൂപമാകലല്ല, അനുരണനം. ഒരാള് ചെയ്യുന്ന ധർമ്മത്തിന്റെ തുടർച്ചയായി മറ്റൊരാൾക്ക് ധർമ്മം ചെയ്യാൻ കഴിയുമ്പോഴാണ് അതിന്റെ തുടർച്ചയായ ചലനം ഉണ്ടാവുക. നമ്മളിവിടെ മൈമ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കാണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ചിലര് പോയിട്ട് ഇങ്ങനെ ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ചെറിയൊരു ഹിന്റ് കൊടുക്കണം. ഒരു വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ ആദ്യം തന്നെ ചെന്നിട്ട് വീട്ടിലെ ജോലി എന്ന് വെച്ചാൽ മിക്കവാറും ആമ്പിള്ളേർക്ക് മനസ്സിലാവും. അവര് അമ്മയൊക്കെ ചെയ്യുന്ന ജോലി കണ്ടിട്ട് ആദ്യം മനസ്സിലാക്കുക മുറ്റമടിക്കുക എന്നുള്ളതാണ്. ഉടനെ കയറി അയാൾ ചൂലെടുക്കുന്നതായിട്ട്, ഒരു ചൂലിനെ എങ്ങനെ സഹായിക്കും, ഇങ്ങനെ കുത്തും, എന്നിട്ട് മുറ്റമടിക്കുന്നതായിട്ട് ഭാവിക്കും. അപ്പൊ അടുത്ത ആൾക്ക് ചെയ്യാൻ എന്താ മാർഗം? അടുത്ത ആൾ ഇതിന്റെ കൂടെ ചെയ്യണമല്ലോ. അപ്പൊ അടുത്ത ആൾ ഇതിന്റെ കൂടെ ചെന്നിട്ട് അയാൾ വെള്ളം കോരുന്നതായിട്ട് കാണിക്കും. മൂന്നാമത്തെ ആൾ മിക്കവാറും എന്തായിരിക്കും ചെയ്യുക? ആ വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് പാത്രം എടുത്ത് വെച്ചു കൊടുക്കും ചിലർ. മറ്റേ ചിലർ വേറെ വല്ല പണിക്കും പോകും. ഒരാള് ചെയ്യുന്ന ജോലിയുടെ തുടർച്ചയായി അതിനെ പോസിറ്റിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ശുഭീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് അതിനെ ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ ഈ ഉദാഹരണം വീണ്ടും വിട്ടു, നമ്മൾ പഴയ കാര്യത്തിലേക്ക് പോകുന്നു. നിങ്ങളും നിങ്ങളുടെ ഇണയും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനും, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ അമ്മയും ഒക്കെ തമ്മിലുള്ള ബന്ധത്തില് ഈ അനുരൂപനം, അനുരണനം അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തുക, ശുഭകരമായി മെച്ചപ്പെടുത്തുക, ശുഭീകരിക്കുക, ആ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? തമ്മിലുള്ളതൊക്കെ പോട്ടെ, മറ്റുള്ളവർ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ എന്ത് ന്യായമാണുള്ളത്? നമ്മുടെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അങ്ങനെയാണോ? നിങ്ങളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോ, ഇപ്പൊ ഞാനിത് പറഞ്ഞു തീരുന്നു, നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും എന്നെ ചോദ്യം ചെയ്യാനുണ്ടാവും. നിങ്ങൾ അപ്പോഴേ പറഞ്ഞല്ലോ അതെങ്ങനെ ശരിയാവും എന്നൊരു ചോദ്യം വരും ഇത് കഴിയുമ്പോ. എവിടുന്ന ഈ ചോദ്യം വരുന്നത്? ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യത്തെ കാണുമ്പോ ആ കാര്യത്തിലെ നന്മയെ എടുക്കാൻ, അതിലെ നല്ലതിനെ എടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അതിനെ ഇംപ്രവൈസ് ചെയ്യുള്ളൂ. നമുക്ക് എടുക്കാൻ പറ്റാറില്ല. എന്താ കാരണം? ലോകം മുഴുവൻ പ്രശ്നമല്ലേ, മറ്റുള്ളവർ മുഴുവൻ ശത്രുക്കളല്ലേ, മറ്റുള്ളവരെല്ലാം നമ്മൾ തോൽപ്പിക്കേണ്ടതല്ലേ. തോൽപ്പിക്കണം നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്?
പ്രീ സ്കൂളില്ലല്ലോ, നഴ്സറി സ്കൂളിന് മുമ്പുണ്ടായ പ്രീ സ്കൂൾ, അവിടെ നിന്ന് പഠിച്ചു തുടങ്ങാം. അവിടെ പോണതിന് മുമ്പ് നമുക്കറിയാം, വേലിത്തർക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, വടിവാളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പോണത് കണ്ടിട്ടുണ്ട്, വഴക്ക് പിടിക്കണ കണ്ടിട്ടുണ്ട്. നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ലോകത്തെ കുറിച്ച് നല്ല ധാരണയാണ്. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ആ പ്രാകൃത ജൈവത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ എപ്പോ വേണമെങ്കിലും വൈൽഡർനെസ് നമുക്ക് വെളിയിലേക്ക് വരുത്താൻ പാകത്തിലുള്ള ഒരു ആൽഗരിതം ഉള്ളിൽ കിടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. നമ്മൾ അതിനെല്ലാം, ഈ പ്രാകൃതവൽക്കരണത്തെ മുഴുവൻ, അല്ലെ പ്രാകൃതികമായ ആ സ്വഭാവത്തെ മുഴുവൻ കാച്ചി കുറുക്കിയിട്ട് സ്കൂളിൽ ഒന്നാമനാകണം എന്ന് പഠിപ്പിക്കുന്നു. സ്കൂളിൽ ഒന്നാമനാകണം എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാകൃതമായ ആ കമ്പീറ്റ് ചെയ്യാനുള്ള മനസ്സിനെ മുഴുവനായും കേന്ദ്രീകരിപ്പിച്ചിട്ടാണ് ഈ സാധനത്തിനെ ഫ്യൂവൽ ചെയ്യുന്നത്. അവിടെ മുതൽ നമ്മൾ ഇങ്ങനെ ബന്ധുഭാവം വെടിഞ്ഞ് നമ്മൾ ഒന്നിനോട് ചേർന്ന് പോകാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിവിജ്വലിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻഡിവിജ്വലിസം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുമ്പിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് അനുരണനം ചെയ്യാൻ, അനുരൂപത്തിലാകാൻ നമുക്ക് കഴിയുമോ? അപ്പൊ നമ്മുടെ സത്സംഗങ്ങളില്, സഹവാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് ഇടയ്ക്ക് പ്രോഗ്രാമിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താളമിടും, നൃത്തം ചെയ്യും. അപ്പോ മിക്കവാറും പുതിയ മലയാളികളെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ പരിപാടിക്കൊക്കെ വരുമ്പോ ഈ ബന്ധുത്വം, കമ്മ്യൂണിറ്റി ലിവിങ്, പിന്നെ പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കുറെ ബുദ്ധിജീവികൾക്ക് അങ്ങോട്ട് നമ്മുടെ പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ അവര് വന്നിങ്ങനെ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഈ താളം ഇട്ടിട്ട് പതുക്കെ തുള്ളി തുടങ്ങുന്നത്. അപ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽപ്പുണ്ട്, കൊള്ളാലോ, നന്നായിട്ടുണ്ട്. ആരൊക്കെയാണ് നൃത്തം ചെയ്യുന്നത്? അയാളുടെ സ്റ്റെപ്പ് കൊള്ളാം, ഇയാളുടെ സ്റ്റെപ്പ്. ഇവൻ ഈ കൈവിടൂല. എന്താ കാരണം? ഞാൻ ഇതിന്റെ ഭാഗമല്ല, ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്ന് അവന്റെ അഹം ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഒരു സുഹൃത്തിനെ കണ്ടു, അയാളോട് ഇടപഴകുന്ന സമയത്ത് അയാൾ അന്യനാണെന്ന് ചെറിയ കാലത്ത് വേലിത്തർക്കത്തിന്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ മാഷ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവനെ തോൽപ്പിക്കണമെന്ന്. അവനെ തോൽപ്പിക്കണം നമ്മൾ ഇത്രയും കാലത്തെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ പഠിപ്പിക്കുന്നുണ്ട്, ലോകം മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട്, അവനെ തോൽപ്പിക്കണം, അവനെ തോൽപ്പിക്കണം എന്ന്. ഈ തോൽപ്പിക്കേണ്ടവനല്ലേ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവനോട് നമുക്ക് എങ്ങനെയാണ് കരുണ ഉണ്ടാവുക? അവനോട് എങ്ങനെയാണ് നമുക്ക് അനുരണനം ഉണ്ടാവുക? അവനോട് എങ്ങനെയാണ് നമുക്ക് ബന്ധുഭാവം ഉണ്ടാവുക? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ കോമ്പീറ്റ് ചെയ്യാനുള്ള മനസ്സ് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? നല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായി, കയ്യും കാലും ഒടിഞ്ഞു, ടോയ്ലറ്റിൽ പോണെങ്കിൽ പരസഹായം വേണം. അവിടെ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മുകളിലോട്ട് നോക്കിയിട്ട് ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് നോക്കിയിട്ട് ഭഗവാനെ, അതുവരെ ഭഗവാനെ വിളിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ആ കിടക്കുന്ന കിടപ്പിലാണ് ഭഗവാനെ വിളിക്കുക. ആ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് വിളിക്കും ഭഗവാനെ. അപ്പൊ നമുക്ക് ബന്ധുഭാവം തോന്നും. നമ്മുടെ കടുത്ത നിസ്സഹായതയിൽ, യഥാർത്ഥത്തിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ നിസ്സഹായരാണ് നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? നാം പൂർത്തിയാകണമെങ്കിൽ, ഞാൻ പൂർത്തിയാകണമെങ്കിൽ നിങ്ങളും കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഓരോ വെള്ളിയാഴ്ച വൈകുന്നേരവും ഇതുപോലെ വന്നിരുന്നിട്ട് വരൂ നമുക്ക് ഒന്നാകാം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഞങ്ങളിൽ ഇവിടെ പലരും ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നിരന്തരം വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല അത് എന്തിനു വേണ്ടിയുള്ള വിലാപമാണെന്ന്. എല്ലാവരും ഒറ്റയ്ക്ക് അവനവൻ തുരുത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അത് ചെറിയ കാലം മുതൽ നമ്മളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുമുണ്ട്. അപ്പോ ബന്ധുഭാവം എന്ന് പറയുന്നത് അതല്ല. ബന്ധുഭാവം എന്ന് പറയുന്നത് ആ മുമ്പിൽ കാണുന്ന ആളില് എന്റെ പൂർണ്ണത കണ്ടെത്തലാണ്. എന്റെ ശത്രുവിനെ, എന്നോട് മത്സരിക്കുന്നവനെ കണ്ടെത്തുന്നതിന് പകരം മുന്നിൽ കാണുന്നതിന് എന്റെ പൂർണ്ണത കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ഞാൻ പൂർണ്ണമാകുന്നത് അവനും കൂടെ ചേർന്നുകൊണ്ടാണെന്ന് അറിയുമ്പോൾ. അതുകൊണ്ടാണ് ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഒരാള്. അയാളോട് ഞാൻ പറഞ്ഞിരുന്നു, കുറെ മുമ്പേ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് എന്തു വേണമെന്ന് എനിക്കറിയില്ല, നിന്നിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, പക്ഷെ ധൈര്യമായിട്ടിരിക്കും, നിന്റെ ഒപ്പം ഞാനുണ്ടാവും, നിനക്ക് ഞാനുണ്ട് എന്ന്. ഞങ്ങളെല്ലാവരും ഇതിലിരിക്കുന്ന പലരും
ധൈര്യമായിട്ട് വേദി കയറി പറയുന്നതാണ്, സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നതാണ്, മറ്റുള്ളവരോട് പറയുന്നതാണ് നിനക്ക് ഞാനുണ്ടെന്ന് പറയുന്ന ഒരാളും എനിക്ക് നിന്നെ വേണമെന്ന് പറയാറില്ല. ഇപ്പൊ ഇവിടുത്തെ പരിപാടികളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഇവിടെ ഉള്ള ചില ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറയില്ല, ചിലവരോട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിൽ കൂടിയാലേ നിങ്ങൾക്ക് ബലം കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ശരിയല്ലേ ആദർശേ? അപ്പോ നമുക്ക് ആ ഒരു തുടർച്ചയാവണമെങ്കിൽ, ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ, ബന്ധുവാകണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളിൽ ഒരു ബന്ധുത്വം ഉണ്ടാകണമെങ്കിൽ ആ 1ാം ക്ലാസ്സിൽ പഠിച്ച ആൽഗരിതം ഉണ്ടല്ലോ, എല്ലാത്തിനോടും മത്സരിക്കാനുള്ളതാണെന്നുള്ളത്, അത് മാറ്റണം. മത്സരമല്ല പ്രകൃതിയുടെ വഴി. അതിജീവനത്തിന്റെ അതിജീവിക്കുന്നവന്റെ ബലശാസ്ത്രമോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്താ പറയാ, അതിജീവിക്കുന്നവന്റെ അല്ല ബലവാന്റെ നീതി എന്ന് പറയും. ബലവാന്റെ നീതി എന്ന് പറയാം. എന്താണ് ഈ ബലവാന്റെ നീതി? ബലവാനാണോ? അതാരാണ് ഉണ്ടാക്കിയത്? അങ്ങനെ ചാൾസ് ഡാർവിനോ? നിങ്ങളത് ശരിക്കും പഠിച്ച് പരിശോധിച്ചു നോക്ക്. അത് ശുദ്ധ ഭോഷ്കാണ്. അങ്ങനെയല്ല പ്രകൃതിയുടെ നിയമം. അനുരൂപണം ചെയ്യുന്നവനാണ് വിജയിക്കുക. മത്സരത്തിൽ വിജയിക്കുന്നവൻ വിജയിക്കുന്നുണ്ടെങ്കിൽ അവൻ അധികകാലം വിജയിക്കില്ല, കുറച്ചു കാലം കഴിയുമ്പോൾ നിൽക്കും. ഈ അതോറിറ്റേറിയൻ സംവിധാനം നിന്നു പോകും. പ്രകൃതി ഇതിനെ പുതിയ ഒരു ചക്രത്തിലേക്ക് കൊണ്ടെത്തും. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. അതിജീവനം എന്ന് പറയുന്നത് ആർക്കാണ്? അനുരൂപണം ചെയ്യുന്നവന്, പൊരുത്തമാകുന്നവന്. പുതിയ സാഹചര്യത്തോട് പൊരുത്തമാകുന്നവനോട് നമുക്ക് വിജയസാധ്യതയെക്കുറിച്ച് പറയാം, ശരിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ, പച്ചയായ ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ളവരോട് നമുക്ക് പൊരുത്തമാകാൻ കഴിയുന്നുണ്ടോ? അവിടെ നിന്ന് തുടങ്ങണം. പൊരുത്തമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊരുത്തമാകണമെങ്കിൽ, നമുക്കൊരു ബന്ധുവാകണമെങ്കിൽ ആദ്യമേ വേണ്ടത് പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. നിന്നെ എനിക്ക് വേണം, നിന്നിൽ നിന്നും എനിക്ക് വേണം എന്നുള്ളത് മാറ്റിവെച്ചിട്ട് മാറേണ്ടത് നീയല്ല ഞാനാണ് എന്ന് ആദ്യമേ തീരുമാനിക്കണം. നിന്നോടൊപ്പം ഞാനുണ്ടാകും എന്നതായിരിക്കണം എന്റെ നയം. ഞാൻ എന്റെ ഇണയെ ഇഷ്ടപ്പെടുന്നത് അയാളെ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അവളെ ആശ്രയിക്കുന്നുണ്ട്, എന്റെ ഇണയെ ഞാൻ ആശ്രയിക്കുന്നുണ്ട്. അതെന്താ അറിയോ, എന്റെ ഇണ എന്നുള്ളതിലും കവിഞ്ഞ് എന്റെ അമ്മയെ ഞാൻ പുള്ളിയിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ആശ്രയിക്കുന്നത്. അതിനപ്പുറത്ത് ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പുള്ളിയായിട്ടാണ്. അയാളാകുന്നത് എങ്ങനെയാണ്? അയാളുടെ മൂക്ക് ഇങ്ങനെ ഈ മറ്റേ റോക്കറ്റിന്റെ തുമ്പ് പോലെ കൂർത്തതാണ്. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. കൂർത്തൊരു മൂക്കാണുള്ളത്. എന്റെ ഉണ്ടമൂക്ക. അപ്പൊ കൂർത്ത മൂക്കുള്ള ആ ഒന്ന് എനിക്കിഷ്ടല്ല എന്ന് എനിക്ക് കരുതാം. അങ്ങനെ കരുതിയാലോ? പിന്നെ അത് എനിക്കുള്ളതല്ല. പകരം ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ്, ആ ഇഷ്ടമാണെന്നുള്ള അവസ്ഥ എങ്ങനെയാണ്? ഏതാളെയാണ് ഇഷ്ടം? ആ കൂർത്ത മൂക്കുള്ള, ആ പൂച്ചക്കണ്ണുള്ള, അത് പുള്ളിയുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് എനിക്കിഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെടുന്നത് പുള്ളിയുടെ ആ ആകാരത്തെയാണ്, പുള്ളിയുടെ സ്വഭാവത്തെയാണ്, പുള്ളിയുടെ വ്യക്തിത്വത്തെയാണ്, പുള്ളിയുടെ അസ്തിത്വത്തെയാണ്, പുള്ളിയുടെ പർപ്പസിനെയാണ്. ആ ഇഷ്ടം എന്റെ ആവശ്യത്തിന് വേണ്ടി ആകുന്നിടത്ത് ഈ ഇഷ്ടം അങ്ങ് നിൽക്കും. എന്റെ ആവശ്യത്തിന് വേണ്ടി ഈ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ലോകത്ത് 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വന്ന സാധനം ഉണ്ടല്ലോ, വിജയിക്കുക, മറ്റുള്ളവരെ തോൽപ്പിച്ച് ഞാൻ വിജയിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ അടിച്ചമർത്തി ഞാൻ വിജയിക്കുക എന്നുള്ളത്. ഏതെങ്കിലും കാട്ടിപ്പോയിട്ട് ഏതെങ്കിലും ചെടികൾ മറ്റു ജീവികളെ മുഴുവൻ അമർന്നതിന് ശേഷം സ്വയം പൊങ്ങിപ്പോയ ഒരു കഥ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനെയും വളർത്തി ഇതിനെയും വളരുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതാണ് വനത്തിന്റെ നീതി, അതാണ് പ്രകൃതിയുടെ നീതി. ഇത് തന്നെ മനുഷ്യരിൽ സംഭവിക്കുക. മറ്റൊന്നിനെ അടിച്ചമർത്തിയിട്ടല്ല ഇത് പൊങ്ങേണ്ടത്, അതും ഇതും ഒരുമിച്ചാണ് പൊങ്ങുക. അതേപോലെ എന്റെ ഇണയെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് അതിനോട് ഇഷ്ടം വരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ആയിരിക്കണം, അതിനെ ഞാൻ ഇഷ്ടപ്പെടണം. അതിന്റെ പൂർണ്ണ രൂപത്തിൽ അത് എന്താണോ, ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ചേർന്നിട്ട് അതെന്താണോ അതിനെ ഞാൻ ഇഷ്ടപ്പെടണം. അതാണ് സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അതിനോട് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലല്ലോ. അത് സൗഖ്യമായിരിക്കണം. ഞാൻ അതിന് വളരെ നല്ലൊരു കഥയുണ്ട്. അതൊരു പ്രൈവറ്റ് സെഷൻ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, അതൊരു പൊതു സെഷൻ ആയിട്ട് പറയുന്നില്ല.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് സ്ഥിരം കേൾക്കുന്ന ആളുകൾക്ക്, മറ്റു ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കഥ. നമുക്ക് എന്റെ ഇണയുടെ അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ ഇഷ്ടത്തെ എന്റെ ഇഷ്ടമായിട്ട് എടുക്കാൻ കഴിയുമ്പോൾ, ഇപ്പൊ ഞാൻ നോൺ വെജ് കഴിക്കാത്ത ഒരാളാണ്, എന്റെ സുഹൃത്ത് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ വന്നിരിക്കാം, എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ വന്നിരിക്കാം. ഞാനത് അന്വേഷിച്ച് കണ്ടെത്തി കാണിച്ചും തരാം. എന്റെ എത്തിക്സും എന്റെ ആരോഗ്യശാസ്ത്രവും എന്റെ ശരീരശുദ്ധിയും എന്റെ മനോശുദ്ധിയും ഞാൻ പാലിക്കുന്ന അഹിംസാ സിദ്ധാന്തങ്ങളും എന്റെ മൂക്കിൻ തുമ്പ് വരെ മാത്രമാണുള്ളത്. അതിനുമപ്പുറത്ത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ശാസ്ത്രം, നിങ്ങളുടെ ലോകവീക്ഷണം, നിങ്ങളുടെ ധർമ്മബോധം, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ നിങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അതും കൂടെ ചേർത്താണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് തെറ്റാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ലോകത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇപ്പൊ പച്ചയ്ക്ക് പറഞ്ഞ് ഞാൻ ഈ മാംസാഹാരത്തെ അംഗീകരിക്കുന്ന ആളല്ല, പക്ഷെ മാംസാഹാരം കഴിക്കുന്ന ഒരാളോട് എനിക്ക് വിയോജിപ്പില്ല. ഉണ്ടായിരുന്നു, മാംസാഹാരം കഴിക്കുന്നവരെ കയറി തല്ലുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മാറ്റിയെടുക്കേണ്ടി വന്നു. എന്തുകൊണ്ടാ? ഞാൻ അതിനെ നിഷേധിക്കുമ്പോ ലോകത്ത് അത് ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? ആ സത്യത്തെയല്ലേ നമ്മൾ നിഷേധിക്കുന്നത്? എന്റെ ഇണയെ ഞാൻ അംഗീകരിക്കാതെ വരുന്ന സമയത്ത്, എന്റെ ഇണയിലുള്ള സ്വഭാവത്തെ ഞാൻ അംഗീകരിക്കാതെ വരുന്ന സമയത്ത്, എന്റെ ഇഷ്ടം അവൾ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം അവൻ നടപ്പിലാക്കുന്നില്ല എന്നത് കൊണ്ടല്ലേ ഞാൻ ഇഷ്ടപ്പെടാത്തത്. അപ്പോ എന്റെ ഇഷ്ടത്തിന് മാത്രമല്ലേ ഞാൻ പ്രസക്തി കൊടുക്കുന്നത്, ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഞാനൊരു ബന്ധുവാകുന്നത് എപ്പോഴാണ്? ഞാൻ അയാൾക്ക് അനുരൂപമാകുമ്പോഴാണ്. അയാൾ എനിക്ക് അനുരൂപമാകുമ്പോഴല്ല ഞാൻ ബന്ധുവാകുന്നത്, ഞാൻ അയാൾക്ക് അനുരൂപമാകുമ്പോഴാണ്. എനിക്ക് ഇംപ്രവൈസ് ചെയ്യാൻ കഴിയുമ്പോഴാണ്. അയാൾ എനിക്കനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ തിരുവനന്തപുരം സിദ്ധൻ പറഞ്ഞതുപോലെ, പഴയ കഥയാണ്, ഒരിക്കൽ കൂടെ പറയാം. സിദ്ധൻ ആർക്ക് എന്ത് കാര്യം അന്വേഷിച്ച് ചെല്ലുമ്പോഴും സിദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: എപ്പോ എവിടെ എങ്ങനെയോ, അപ്പോ അവിടെ അങ്ങനെയെന്ന്. അപ്പൊ അത് ആ മന്ത്രം പാലിച്ചോളാൻ പറയും. അപ്പോ ഒരാള്, എന്റെ ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അവളെ കേൾക്കാറില്ല, എന്നോട് എപ്പോഴും തട്ടിക്കേറുകയാണ് പതിവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ സിദ്ധൻ ഇതേ മന്ത്രം പറഞ്ഞു കൊടുത്തു: എപ്പോ എവിടെ എങ്ങനെയോ, അപ്പോ അവിടെ എങ്ങനെയാണ്. ഇയാൾ ഇത് കേട്ടു വീട്ടിൽ പോയി. തിരിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞപ്പോ: സ്വാമി, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തു. എപ്പോഴൊക്കെ അവള് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു എപ്പോ എവിടെ എങ്ങനെയോ, അപ്പോ അവിടെ അങ്ങനെ. എന്നിട്ട് എന്താ ഉണ്ടായത്? അവക്കൊരു മാറ്റവും ഇല്ല. എപ്പോ എവിടെ എങ്ങനെയോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എപ്പോൾ എവിടെ ചെല്ലുന്നു അതിനനുസരിച്ച് നീ പൊരുത്തമാകുക എന്നാണ്. നീയാണ് പൊരുത്തമാകേണ്ടത്, അവളല്ല. അവളിൽ മാറ്റം വേണമെന്ന് വിചാരിക്കുന്നിടത്ത് നിന്റെ പരാജയം തുടങ്ങുകയാണ്. ബന്ധുഭാവം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആരെയാണോ കാണുന്നത്, നമ്മൾ എന്തിനെയാണോ കാണുന്നതിനെ അതായി അംഗീകരിക്കുമ്പോഴാണ് സംഭവിക്കുക. എന്ത് കാണുന്നതിനെ അതാണ്, അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് നമ്മൾ അനുരൂപനം ചെയ്ത് നിൽക്കുമ്പോ, ചേർന്ന് നിൽക്കുമ്പോ, പൊരുത്തമായി നിൽക്കുമ്പോ എന്താണ് സംഭവിക്കുക? ആ പൊരുത്തമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ അതേപോലെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അവരെ അതേപോലെ സ്വീകരിക്കാതെ വരുന്ന നിമിഷം ഈ പൊരുത്തം നഷ്ടമാകും. നമ്മൾ പൊരുത്തമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരും. അപ്പോ ബന്ധുഭാവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുരണനമാണ്. അവർ ചലിക്കുന്നതിനനുസരിച്ച് ഞാനും ചലിക്കുക എന്നുള്ളതാണ്. അവരുടെ ചലനത്തിനനുസരിച്ച് ഒരാൾ നടന്നു പോകുമ്പോൾ നമ്മൾ എതിർദിശയിൽ പോവുകയാണെങ്കിൽ അയാളുടെ കൈവീശൽ എന്റെ മേലെ തട്ടാതിരിക്കാൻ ഞാനൊന്ന് ഒതുങ്ങി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ പരസ്പരം തട്ടിക്കാതെ മുട്ടിക്കാതെ പോകുന്നതാണ് ഇഴുകി വഴുകി ഒഴുകി പോവുക എന്ന് പറയുന്നത്. സ്നേഹം എന്നുള്ള വാക്കിനർത്ഥം എന്താ? വഴുവഴുപ്പെന്നാണ്. ഞാൻ മറ്റൊന്നുമായി ചേർന്ന് തട്ടാതെ മുട്ടാതെ പോകാനുള്ള ശേഷി ആർജിക്കുമ്പോഴാണ് എന്നുള്ളിലെ സ്നേഹം പ്രവർത്തിക്കുക, എന്നുള്ളിലെ സ്നേഹം അതായിരിക്കുക.
അപ്പോ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുമ്പോഴാണ്, എനിക്ക് സ്നേഹം കിട്ടുമ്പോഴല്ല, എനിക്ക് സ്നേഹം നൽകാൻ കഴിയുമ്പോഴാണ്, എനിക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ സ്നേഹിതനാവുക. ആ സ്നേഹിതനായി തീരുന്ന സമയത്താണ് ബന്ധുവാകാൻ കഴിയുക. ബന്ധുവാകാൻ കഴിയുന്ന സമയത്താണ് അനുരണനം ചെയ്യാൻ കഴിയുക. അനുരണനം ചെയ്യുന്ന സമയത്താണ് അനുരൂപത്തിലാവാൻ കഴിയും, ജ്ഞാനത്തിലാവാൻ കഴിയും. അപ്പോ ബന്ധുഭാവത്തിലാവാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചു. ഇനിയോ ബാക്കി നിങ്ങളുടെ ബന്ധു സങ്കല്പങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും നമുക്ക് ബാക്കി സെഷൻ മുൻപോട്ട് കൊണ്ടുപോകാം. വിഷയാവതരണം ഇത്രയാണ്. ബാക്കിയുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് ചെയ്തു വരട്ടെ. പരിചയപ്പെടുത്താത്തവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് കടക്കാം. അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.